ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് ഫുട്ബോൾ ഗ്രാമം കുണ്ടറ വെള്ളിമൺ സ്റ്റാർച്ച് മുക്കാണ് ഫുട്ബോൾ മാമാങ്കത്തെ വരവേൽക്കുന്നത്. എല്ലാ ഫുട്ബോൾ ടീമുകളുടെയും ആരാധകരുള്ള കൂട്ടായ്മയാണ്. ഈ വർഷം വേൾഡ് കപ്പില് ബ്രസീൽ പിടിച്ചിരിക്കും. അത് നടക്കുന്ന വയസ്സല്ല, ഞങ്ങൾ അർജന്റീനക്കാര് തന്നെ നടക്കും. കഴിഞ്ഞ കപ്പ് ഞങ്ങളുടെ തന്നെ ഉണ്ട്, അത് ഞങ്ങൾ ആരും വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ തന്നെ അടിക്കും. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഫുട്ബോൾ മാമാങ്കത്തെ വരവേൽക്കുകയാണ് ഈ ഗ്രാമം. ഈ ഗ്രൂപ്പിൽ എല്ലാ ഫുട്ബോൾ ടീമുകളുടെയും ആരാധകർ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഓരോ ഗ്രൂപ്പ് മത്സരിച്ചാണ് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതും കൊടിതോരണങ്ങൾ കെട്ടുന്നതും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വികാരമാണ്. ഏകദേശം 50-ലധികം കുട്ടികളെ സൗജന്യമായി ടർഫിൽ കൊണ്ടുപോയി ഇവർ ദിനംപ്രതി എല്ലാ സ്പോർട്സ് ഐറ്റങ്ങളും പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. ലഹരിക്ക് അടിമയാകുന്ന യുവതലമുറയെ കായിക ലോകത്തിന്റെ ലഹരിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സ്പോർട്സ് കോട്ടയിൽ സേനാ വിഭാഗങ്ങളിൽ കയറിയവരും കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേരിട്ട് പോയി കണ്ടവരും ഈ ഗ്രൂപ്പുകളിലുണ്ട്. എന്റെ ഒരു വിഷയം, ഇത് ചേട്ടൻ വിഷ്ണു. ഞങ്ങൾ രണ്ടുപേരും ജർമ്മൻ ആരാധകരാണ്. ഞാൻ കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന് ഖത്തറിൽ പോയാണ്. ഒരു 10 കളിയോളം കണ്ടതാണ്. അതില് നമ്മള് ആദ്യത്തെ റൗണ്ട് തോറ്റി രണ്ടാമത്തെ റൗണ്ടോട്ട് കയറിയത് കൂടിയില്ല. എന്നിട്ട് പോലും നമ്മൾ ഇപ്പോഴും ജർമ്മനിയുടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പോലീസ് വർക്ക് ചെയ്യാണ്. രണ്ടുപേരും പോലീസിലാണ്. ജർമ്മനി കപ്പെടുക്കണോ? ഒരുമിച്ചിരുന്ന് കളി കാണാനായി പ്രത്യേകം ഒരു മുറിയും വലിയ ടിവിയും ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മുറിയിൽ തന്നെയാണ് ഇവർക്ക് മത്സരങ്ങളിൽ ലഭിച്ച അവാർഡുകളും വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ ക്ലബ്ബ് പോലെ നമ്മുടെ ഒരു ബിൽഡിംഗ് ആണ്. നമുക്ക് ഇതിനുള്ള എല്ലാ സപ്പോർട്ടും തരുന്നത് നെറ്റ്വർക്ക് 24 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു സംഘടനയുണ്ട്, ഒരു കമ്പനിയുണ്ട്. നെറ്റ്വർക്ക് BSNLന്റെ വൈഫൈ കണക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ അവരാണ് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് തരുന്നത്. ഇത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തേക്കുക. TV എല്ലാം അവര് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. എല്ലാ കളിയും നമ്മൾ നേടിയ ഫുട്ബോളിൽ കൂടെ നേടിയ ട്രോഫികളൊക്കെയാണ് ഇത്. നമ്മുടെ രണ്ടാമത്തെ വീട് എന്ന് വേണമെങ്കിൽ പറയാം. വീട് കഴിഞ്ഞാൽ പിന്നെ ഇടാം. ഇല്ല, ഒന്നുമില്ല. ഫുട്ബോൾ അതാണ് നമുക്ക് ഇനി അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏക ഒരു മെസ്സേജ്. അത് മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ലഹരി ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടെ ഫുട്ബോളും മാത്രമാണ്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുട്ബോൾ ഗ്രാമത്തിലെ ടീം അംഗങ്ങളെ അണിനിരത്തി അവർ രാജകീയ കസേരയിലിരിക്കുന്ന തരത്തിലുള്ള ജേഴ്സി അണിഞ്ഞ ഫോട്ടോ പതിച്ച ഫ്ലെക്സ് ആണ് ഈ വർഷത്തെ ഹൈലൈറ്റ്. എന്റെ പേര് മിഥുൻ. ഞങ്ങളിവിടെ സ്റ്റാർച്ച് ജംഗ്ഷനിൽ ഫുട്ബോൾ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മയിലാണ്. ഞങ്ങളൊരു 10 വർഷമായിട്ട് ഈ ഫുട്ബോള്, ഇങ്ങനെയുള്ള സ്പോർട്സ്, ക്രിക്കറ്റ്, എല്ലാ സ്പോർട്സ് ഐറ്റമിലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ അങ്ങനെ പ്രായമൊന്നുമില്ല, എല്ലാ ഏജിലുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. പുള്ളിയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഖത്തറിൽ പോയി ഡയറക്റ്റ് കണ്ട ഒരാളാ. എന്റെ ഒരു വിഷയം, ഇത് ചേട്ടൻ വിഷ്ണു. ഞങ്ങൾ രണ്ടുപേരും ജർമ്മൻ ആരാധകരാണ്. ഞാൻ കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന് ഖത്തറിൽ പോയാണ്. ഒരു 10 കളിയോളം കണ്ടതാണ്. അതില് നമ്മള് ആദ്യത്തെ റൗണ്ട് തോറ്റി രണ്ടാമത്തെ റൗണ്ടോട്ട് കയറിയത് കൂടിയില്ല. എന്നിട്ട് പോലും നമ്മൾ ഇപ്പോഴും ജർമ്മനിയുടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പോലീസ് വർക്ക് ചെയ്യാണ്. രണ്ടുപേരും പോലീസിലാണ്. അടൂര്. ജർമ്മനി കപ്പെടുക്കണോ? കൂടാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയും മറ്റ് പ്രമുഖ കളിക്കാരോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ ഫ്ലെക്സുകളും ഇവിടെ കാണാം. എന്തായാലും വേൾഡ് കപ്പിനെ ആവേശത്തോടെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. സ്പോർട്സും സൗഹൃദവുമാണ് ലഹരിയെന്ന് ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.